ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഹരേ രാമ. വീണ്ടും ഒരു രാമായണ മാസം കൂടി സമാരംഭിക്കുകയാണ്. രാമായണത്തിന്റെ മന്ത്രമധുരമായ ശീലുകൾ കേരളക്കരയുടെ അന്തരീക്ഷത്തിൽ സ്പന്ദിക്കുന്ന പുണ്യ വേളകൾക്കാണ് ഇനി നാം സാക്ഷ്യം വഹിക്കുന്നത്. ഇതിഹാസ കാവ്യമായ രാമായണം കാലങ്ങൾക്കിപ്പുറം ജനഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ട് ഇന്നും ജൈത്രയാത്ര തുടരുകയാണ്. രാമായണ കഥയുടെ വൈശിഷ്ട്യം, രാമായണമെന്ന വിശിഷ്ട ഗ്രന്ഥത്തിന്റെ മഹത്വം, കാലാതിവർത്തിയായ സ്വാധീനമാണ് രാമായണത്തിനുള്ളത് എന്നുള്ളതാണ്. രാമായണ രചന നിർവഹിച്ച വാൽമീകി മഹർഷി താൻ വിരചിച്ച പുണ്യഗ്രന്ഥത്തെ ലോകസമക്ഷം അവതരിപ്പിക്കുന്നതിന് അനുജ്ഞ നേടിയത് സാക്ഷാൽ ബ്രഹ്മദേവനോടാണ്. ബ്രഹ്മാവ് വാൽമീകി മഹർഷിയെ അനുഗ്രഹിച്ചു. വാൽമീകി വിരചിതമായ രാമായണത്തെയും അനുഗ്രഹിച്ചു. യാവത് സ്ഥാസ്യന്തി ഗിരയ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി. എത്ര കാലം ലോകത്ത് പർവ്വതങ്ങളും സമുദ്രവും നിലനിൽക്കുമോ അത്രയും കാലം ഈ രാമായണ കഥ ലോകത്ത് പ്രചരിക്കും എന്നാണ് ബ്രഹ്മാവ് അനുഗ്രഹിച്ചത്. പർവ്വതങ്ങളും സമുദ്രങ്ങളും നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ, പർവ്വതങ്ങൾ എന്നത് ഭൂമിയിലെ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ്. സമുദ്രം എന്നത് ഏറ്റവും അഗാധമായ സ്ഥാനമാണ്. ഉയർച്ചയും താഴ്ചയും ഉള്ളിടത്തോളം കാലം, സുഖവും ദുഃഖവും ഉള്ളിടത്തോളം കാലം, രാത്രിയും പകലും ഉള്ളിടത്തോളം കാലം, ദ്വന്ദ്വവൃന്ദങ്ങൾ ഉള്ളിടത്തോളം കാലം ഈ രാമായണ കാവ്യം ലോകത്ത് നിലനിൽക്കുമെന്ന് പറഞ്ഞാൽ, ഈ ലോകം ഉള്ളിടത്തോളം കാലം ഈ കാവ്യം നിലനിൽക്കും എന്നാണ്. അങ്ങനെ ഒരു കാവ്യം, ഒരു സാഹിത്യം, ഒരു ഗ്രന്ഥം ലോകത്ത് നിലനിൽക്കണമെങ്കിൽ ആ ഗ്രന്ഥത്തിന് കാലാതിവർത്തിയായ ഉള്ളടക്കമുണ്ടാകണം, കാലഹരണപ്പെടാത്ത ഉള്ളടക്കമുണ്ടാകണം. എന്നും പുതുമയാർന്ന, എന്നും സമൂഹത്തെ, ജനഹൃദയങ്ങളെ, വ്യക്തികളെ സ്വാധീനിക്കുന്ന ഉള്ളടക്കം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഒരു ഗ്രന്ഥത്തിന്, ഒരു സാഹിത്യത്തിന്, ഒരു കഥയ്ക്ക് കാലഹരണപ്പെടാതിരിക്കാൻ കഴിയുന്നു. അപ്പോൾ ബ്രഹ്മദേവന്റെ അനുഗ്രഹം സാർത്ഥകമാകുന്നത് രാമായണത്തിന്റെ ഉള്ളടക്കത്തിന്റെ ഗരിമയിലാണ്. കാലഹരണപ്പെടാത്ത ഉള്ളടക്കമാണ് രാമായണത്തിൻ്റെത്. കാലാതിവർത്തിയായ മൂല്യങ്ങളെയാണ് രാമായണം സംഭാവന ചെയ്യുന്നത്. കാലാതിവർത്തിയായ മൂല്യങ്ങളോടുകൂടിയ ആ രാമായണത്തിന്റെ ഉള്ളടക്കങ്ങളിലൂടെ വീണ്ടും ഒരു വാഗ്മയ തീർത്ഥാടനം നടത്താനുള്ള സുലഭമായ അവസരമാണ് നമുക്ക് കൈവന്നിരിക്കുന്നത്. ഇന്ന് കർക്കിടകം 1. ഇന്നു മുതൽ ഇനിയുള്ള നാളുകളില് ആ രാമായണ കാവ്യത്തിന്റെ മന്ത്രമധുരമായ ശീലുകളിലൂടെയും രാമായണത്തിന്റെ അന്തർധാരകളിലൂടെയും വാഗ്മയ തീർത്ഥാടനം നടത്താൻ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ അനുഗ്രഹം, സീതാപതിയായ ശ്രീരാമന്റെ അനുഗ്രഹം, ലക്ഷ്മണാഗ്രജനായ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം, ഹനുമത് സേവിതനായ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. വാൽമീകി മഹർഷിയെ വന്ദിച്ചുകൊണ്ട്, തുഞ്ചത്താചാര്യനെ വന്ദിച്ചുകൊണ്ട് ആ രാമകഥാ മാധുരിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹരേ രാമ. ശരി, പറയും.
എന്താ എങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്ക്സും ഇന്റീരിയർ വർക്ക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്ക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.